ഹലോ, ഇന്ന് എൻ്റെ രീതിക്കൊരു തട്ടുകൂട്ട് ചിക്കൻ കറി. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമുക്ക് ചിക്കൻ നല്ലോണം വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ഇടേണ്ടത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വയ്ക്കുക. ഈ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, കുറച്ച് പച്ചമുളക്, ബേ ലീവ്സ്, സ്പൈസസ്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കാം. ഇനി ചിക്കൻ റെഡിയാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സ്പൈസസ് ഇടുക. ഇതിൽ ഞാൻ ചേർത്തേക്കുന്നത് പട്ട, ഏലക്ക, ക്രഷ് ചെയ്യാത്ത കുരുമുളക്, ബേ ലീവ്സ്. ഇതിനൊപ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലോണം ഇത് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഇതിനെ വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ ഏകദേശം വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇടാം. തക്കാളി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. അവസാനം ഗ്രേവിക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനൊപ്പം ഒരു ഗ്ലാസ്സിൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. തക്കാളി ഇതുപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല ഇതിലേക്ക് ഒഴിക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല പുരട്ടി മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വേകാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ ഏകദേശം വെന്ത് വരാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആവശ്യത്തിന് ഗ്രേവിക്കനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ബാക്കിയും കൂടി വേവിക്കാം. നല്ല ചൂട് ചിക്കൻ കറി റെഡിയായി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്.